ഹലോ എവ്രിവൺ. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ അവസാനത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. 3 ഡിസോർഡേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്: ആസ്മ, എംഫിസിമ ആൻഡ് ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. ഓക്കെ, സോ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ആസ്മ എന്നുള്ളതാണ്. ആസ്മ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു അലർജി ഡെവലപ്പ് ചെയ്തുണ്ടാവുന്ന ഒരു അസുഖമാണ് ആസ്മ എന്ന് പറയുന്നത്, അല്ലേ? പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആസ്മ എന്ന് പറയുന്നത് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലങ് ഡിസോർഡർ ആണ്, അഥവാ ഒരു റെസ്പിറേറ്ററി ഡിസോർഡർ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ആസ്മേന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ആസ്മ ഉള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ആസ്മ ഉണ്ടാവുക? ആസ്മ എന്ന് പറയുമ്പം നമ്മളുടെ ബ്രോങ്കയും ബ്രോങ്കിയോൾസും ഒക്കെ, നമ്മളെ ബ്രോങ്കിയോൾസിലൊക്കെ ഇതാണ് ഒരാളുടെ നോർമൽ ബ്രോങ്കിയോൾസിലുള്ള ഒരു നോർമൽ ബ്രോങ്കിയോൾസിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് നിങ്ങൾ ഇവിടെ കണ്ടത്. അപ്പം ഒരു ആസ്മ അറ്റാക്ക് ഉണ്ടാവുന്ന സമയത്ത്, നമ്മൾക്കൊരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ആസ്മ പേഷ്യന്റിന്റെ ഒരു ബ്രോങ്കിയോൾസിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അലർജിക് റിയാക്ഷൻ പോലെയൊക്കെയാണ് ആസ്മ അറ്റാക്ക് ഉണ്ടാവുക. ആ സമയത്ത് നമ്മളുടെ ബ്രോങ്കസും ബ്രോങ്കിയോൾസും എല്ലാം എന്ത് ചെയ്യും? കൺസ്ട്രിക്റ്റ് ചെയ്യും, അതായത് നാരോ ഡൗൺ ചെയ്യും, അതിന്റെ ഡയമീറ്റർ കുറയും. മാത്രമല്ല, നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ്, അതിനുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ ബ്രോങ്കിയോൾസിലുള്ള മ്യൂക്കസ് സെക്രീഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ആസ്മ പേഷ്യന്റിന്റെ അകത്തുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് എന്താ? ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് ആയിരിക്കും. അതിനുള്ള കാരണം ഒരു ആസ്മ അറ്റാക്ക് ഉണ്ടാവുമ്പോൾ, ഒരു അലർജിക് റിയാക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മളുടെ ബ്രോങ്കിയോൾസും ബ്രോങ്കസും ഒക്കെ കൺസ്ട്രിക്റ്റ് ആവും ആൻഡ് മ്യൂക്കസ് സെക്രീഷൻ കൂടുന്നും ഉണ്ട്. സോ എന്തൊക്കെയാണ് ആസ്മേനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്, പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് ആണ്. ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് വരാനുള്ള കാരണം എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ് ആണ്. ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ് ആണ്. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂക്കസ് സെക്രീഷൻ ഒക്കെ കൂടുന്നുണ്ട് ആൻഡ് ബ്രോങ്കിയോൾസിന്റെയും ബ്രോങ്കസിന്റെയും ഒക്കെ ഡയമീറ്റർ കൺസ്ട്രിക്റ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ആസ്മ പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഒരു ടിപ്പിക്കൽ സിംറ്റം ആണ് ആസ്മ പേഷ്യൻസ് കാണിക്കുന്ന വീസിങ് സൗണ്ട്. അവരുടെ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ, അല്ലാതെ പുറത്തേക്ക് ഇങ്ങനെ ശ്വാസം വലിക്കുമ്പോഴുള്ള സൗണ്ടിനെ അല്ല നമ്മൾ വീസിങ് സൗണ്ട് എന്ന് പറയാ. പൾമിനോളജിസ്റ്റുകൾക്ക് ചെസ്റ്റില് സ്റ്റെതസ്കോപ്പ് വെക്കുമ്പോൾ ഒരു വീസിങ് സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പൊ ആ വീസിങ് സൗണ്ട് എന്താന്നുള്ളത് ഇപ്പൊ നമുക്ക് കേൾക്കാം. അപ്പൊ ഇങ്ങനെ ഒരു സൗണ്ട് ആയിരിക്കും ഡോക്ടേഴ്സിന് സ്റ്റെതസ്കോപ്പിലൂടെ കേൾക്കാൻ പറ്റുക. അപ്പൊ ഇതാണ് വീസിങ് സൗണ്ട്. ഈ വീസിങ് സൗണ്ട് ആണ് ആസ്മയുടെ ഒരു ടിപ്പിക്കൽ സിംറ്റം എന്ന് പറയുന്നത്. സോ വീസിങ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആസ്മയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അടുത്ത റെസ്പിറേറ്ററി ഡിസോർഡർ ആണ് എംഫിസിമ. എംഫിസിമ എന്ന് പറയുന്നത് നമ്മളെ ആൽവിയോളാർ വാളുകൾ, നമുക്കറിയാം ആൽവിയോള എന്ന് പറയുന്നത് ലങ്സിന്റെ അകത്തുള്ള ഗ്രേപ്പ് ലൈക്ക് ആയിട്ടുള്ള ബലൂണ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് ആൽവിയോള, അല്ലേ? ആൽവിയോളൈന്റെ വാള് ഡാമേജ് ചെയ്യുമ്പോഴാണ് എംഫിസിമ എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് എത്തുന്നത്. നമുക്ക് ആൽവിയോളൈന്റെ വാളെല്ലാം ഡാമേജ് ചെയ്തു. നമുക്ക് പണ്ട് ഭയങ്കര സർഫസ് ഏരിയ ഒക്കെ കൂടുതൽ ഉണ്ടായിരുന്ന ഗ്രേപ്സ് പോലെയുള്ള സ്ട്രക്ചർ ആയിരുന്നു ആൽവിയോള എന്ന് പറയുന്നത്. പക്ഷെ ഒരു എംഫിസിമ പേഷ്യന്റിന്റെ ആൽവിയോള എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആ സർഫസ് എല്ലാം കുറഞ്ഞ് റൗണ്ട് ഒന്നല്ല, ഈ റെസ്പിറേറ്ററി ആൽവിയോളാർ വാളുകൾ ഡാമേജ് ആയിട്ടുണ്ട്. ഡാമേജ് ആയിട്ട് ഇപ്പൊ റെസ്പിറേറ്ററി സർഫസ് കുറവാണ്. ഇവിടെ നോർമൽ ആൽവിയോളയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇവിടെ വരുന്നത് എംഫിസിമ പേഷ്യന്റിന്റെ ആൽവിയോളയാണ്. ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഇവിടെ എന്താ? ഇവിടെ സർഫസ് ഏരിയ, റെസ്പിറേറ്ററി സർഫസിന്റെ ഏരിയ കുറഞ്ഞു. റെസ്പിറേറ്ററി സർഫസിന്റെ ഏരിയ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും. ശരിയാണല്ലോ. ഇനി എങ്ങനെയാണ് ഈ ആൽവിയോളാർ ഡാമേജ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, മെയിൻ ആയിട്ടും സിഗരറ്റ് സ്മോക്കേഴ്സിലാണ് എംഫിസിമ കാണാറുള്ളത്. സോ എംഫിസിമ എന്ന് പറയുന്നത് ആൽവിയോളാർ വാളിന്റെ ഡാമേജ് ആണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? ആൽവിയോളാർ വാൾ ഡാമേജ് ആയാല് റെസ്പിറേറ്ററി സർഫസ് ആൽവിയോളൈന്റെ അകത്ത് കൂടിയല്ലേ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ ഓക്സിജനും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. അപ്പം ഈ റെസ്പിറേറ്ററി സർഫസ്, ഈ ഡിഫ്യൂഷൻ മെംബ്രെയിന്റെ സർഫസ് ഏരിയ കുറഞ്ഞാല് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് കുറയും.
അപ്പം ഡിക്രീസ്ഡ് റെസ്പിറേറ്ററി സർഫസ് എന്നുള്ളത് മനസ്സിലാക്കാം. സ്വാഭാവികമായിട്ടും ഈ എംഫിസിമ പേഷ്യൻസിന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടായിരിക്കും. ആൻഡ് ഇതിന്റെ മേജർ കാരണം എന്ന് പറയുന്നത് എന്താണ്? സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. അപ്പം സിഗരറ്റ് സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സിഗരറ്റ് സ്മോക്കിങ്ങിലേക്ക് ഒരിക്കലും കടക്കാനുള്ള ഒരു കാരണം കൂടെ നിങ്ങൾ എംഫിസിമയായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരുപാട് ദോഷങ്ങളുണ്ട് സിഗരറ്റ് സ്മോക്കിങ്ങിന്. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ കോണ്ടെക്സ്റ്റിൽ പറയുമ്പം ഈ എംഫിസിമയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ എംഫിസിമയിൽ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദ്യം വരാറുള്ളത് സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. ആസ്മയിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വീസിങ് സൗണ്ട് ആണ് ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. ആൻഡ് ഫൈനലി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ആണ്. അതായത് ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് ഒരാൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റിൽ നിന്നും കിട്ടാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സിലിക്കോസിസ് അല്ലെങ്കിൽ ആസ്പെൻഡോസിസ് ഈ മൈനിങ് ഫീൽഡിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കോൺസ്റ്റന്റ്ലി നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് അഥവാ ലങ്സിലേക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ എൻറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ ഒരു ദിവസം ഒരു മൈനിങ് ഫീൽഡിലേക്ക് ഇതുപോലത്തെ ഭയങ്കര പൊടിയും ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ ഉള്ള ഒരു ഫീൽഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എൻ്റെ ലങ്സിന്റെ അകത്തേക്കും ഡസ്റ്റ് പാർട്ടിക്കിൾസ് എൻറ്റർ ചെയ്യും. പക്ഷേ എൻ്റെ ലങ്സ് എന്ത് ചെയ്യും? മ്യൂക്കസ് സെക്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ കോഫ് റിഫ്ലെക്സിലൂടെ ചുമച്ച് ആ പൊടി പുറത്തേക്ക് കളയും. അത് ഒരു ദിവസമാണെങ്കിലുള്ള കാര്യമാണ്. ഞാൻ മൈൻ ഫീൽഡ് വിസിറ്റ് ചെയ്യാൻ പോയാൽ അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് 1-2 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു മൈൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാള് ഏകദേശം ഒരു വർഷത്തിൽ 300 ദിവസവും ചിലപ്പോൾ അവിടെയാവും സ്പെൻഡ് ചെയ്യുന്നത്. കോൺസ്റ്റന്റ്ലി ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിനോട് എക്സ്പോസ്ഡ് ആണ്. അപ്പോ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനും കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ അളവ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ലങ്സിൽ ഇപ്പൊ എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മളുടെ ബോഡിയിൽ എൻറ്റർ ചെയ്താൽ നമ്മളുടെ ലങ്സിന്റെ അകത്ത് ആൽവിയോള ഉണ്ട്. ശരിയാണല്ലോ? ഈ ആൽവിയോളൈന്റെ ഇടയിൽ ദാ ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്ത് ആൽവിയോളൈന്റെ രണ്ട് ആൽവിയോളൈ ആണ് വരച്ചത്. ഈ ആൽവിയോളൈന്റെ ഇടയിലായിട്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂ കാണാൻ പറ്റും. ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ കാണാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റും. ഈ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ അയാള് ഇൻഫ്ലമേഷൻ വരും, അല്ലെങ്കിൽ അയാള് ഭയങ്കരമായിട്ട് പ്രോലിഫറേറ്റ് ചെയ്യും. ഈ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസിനോട് അല്ലെങ്കിൽ സിലിക്ക പോലെയുള്ള അല്ലെങ്കിൽ പ്രത്യേക കെമിക്കൽസിനോടൊക്കെ ഒരുപാട് എക്സ്പോസ്ഡ് ആയാൽ ഇയാൾക്ക് പ്രോലിഫറേഷൻ സംഭവിക്കും. എന്താ പ്രോലിഫറേഷൻ എന്ന് പറഞ്ഞാല്? പ്രോലിഫറേഷൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ ഈ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ഒരുപാട് ഡിവൈഡ് ചെയ്ത് അതിന്റെ തിക്നെസ് കൂടി വരിക അല്ലെ? ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂവിന്റെ പ്രോലിഫറേഷൻ എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ഭയങ്കരമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ തിക്നെസ് കൂടുന്നതിനെയാണ് നമ്മൾ പ്രോലിഫറേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഈ പ്രോലിഫറേഷൻ നടക്കും. ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ലങ്സിൽ ഒരുപാട് റീജിയനിലുണ്ട്. ആൽവിയോളസിന്റെ ഇടയിലുണ്ട്, ആൽവിയോളാർ വാൾസിലുണ്ട്, അവിടെയൊക്കെ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ഈ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂന്റെ പ്രോലിഫറേഷൻ നടക്കും. പ്രോലിഫറേഷൻ ഓഫ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് നമ്മൾ ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. സോ നോക്ക്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ആൽവിയോളൈ. ഈ ആൽവിയോളൈന്റെ ഒക്കെ ഇടയിലുള്ള ഈ സ്പേസിൽ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ പ്രോലിഫറേറ്റ് ചെയ്ത് വലിയ സൈസ് ആയിട്ടുണ്ട്. മനസ്സിലായോ? ഇത്രയൊന്നും സൈസ് ഉണ്ടാവില്ല, ഭയങ്കര അടുത്തടുത്താണ് ഇവര് നിൽക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഇടയിലുള്ള സ്പേസ് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഫൈബ്രസ് ടിഷ്യൂ ഇനിയും ഡിവൈഡ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അതിന്റെ തൊട്ടടുത്തുള്ള ആൽവിയോളൈന്റെ എഫിഷ്യൻസിനെ സ്വാഭാവികമായിട്ടും ബാധിക്കും.
ശരിയല്ലേ? അങ്ങനെയാണ് ഈ റെസ്പിറേറ്ററി ഒക്യുപേഷണൽ ഡിസോർഡേഴ്സിലുള്ള എക്സാമ്പിൾ ആയിട്ടുള്ള ആസ്പെൻഡോസിസ്, സിലിക്കോസിസ് ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സോ ഇനി അതിനുള്ള പോയിന്റുകൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരുപാട് ഡസ്റ്റ് ഉണ്ടാവുന്ന ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്രൈൻഡിങ് ഇൻഡസ്ട്രി, അതുപോലെ സ്റ്റോൺ ബ്രേക്കിംഗ് ഇൻഡസ്ട്രീസ്, മൈനിങ് ഫീൽഡ്സ്, കോൾ ഫീൽഡ്സ്, ഇവിടെയെല്ലാം വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനാണ് ഇതുപോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ പ്രാവശ്യം ഒന്നും നമ്മൾ എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷേ അത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ ഹാൻഡിൽ ചെയ്യും. പക്ഷേ നമ്മൾ കോൺസ്റ്റന്റ്ലി എക്സ്പോസ്ഡ് ആവുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർവെൽഡ് ആവും. അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പോഷർ ലങ്സിന്റെ ഇൻഫ്ലമേഷന് കാരണമാവും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഇൻഫ്ലമേഷൻ കാരണം, ലങ്സിന് വരുന്ന ഇൻഫ്ലമേഷൻ കാരണം, ഇൻഫ്ലമേഷൻ എങ്ങനെയാ വരുന്നത്? അതൊരു നമ്മളുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ആ ഇൻഫ്ലമേഷൻ കാരണം നമ്മളുടെ ആൽവിയോളസിന്റെ ഒക്കെ ഇടയിലുള്ള ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ പ്രോലിഫറേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ഫൈബ്രസ് ടിഷ്യൂ ഗ്രോ ചെയ്യുക ആൻഡ് പ്രോലിഫറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഫൈബ്രോസിസ് കൊണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഫൈബ്രോസിസ് വന്നാൽ സ്വാഭാവികമായിട്ടും ആൽവിയോളൈ ഡാമേജ് ആവും. ആൽവിയോളൈന്റെ ഇടയിലാണ് ഈ ടിഷ്യൂ ഗ്രോ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആൽവിയോളൈ ഡാമേജ് ആവും. ആൽവിയോളൈ എന്ന് പറഞ്ഞാൽ എന്താ? ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലങ്സ് അല്ലേ? അയാൾ ഡാമേജ് ആയാൽ പിന്നെ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും സീരിയസ് ലങ് ഡാമേജ് സംഭവിക്കും. ഇനി ഇങ്ങനെ ഹൈ ഡസ്റ്റ് ഉള്ള അല്ലെങ്കിൽ മറ്റ് കെമിക്കൽസ് ഉള്ള എൻവയോൺമെന്റ്സിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരാളുടെ ജോലിയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഈ അസുഖങ്ങൾ എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്ന് ചോദിച്ചാൽ, ക്യൂർ പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഭയങ്കര സെക്യൂരിറ്റി ഉള്ള അല്ലെങ്കിൽ ഭയങ്കര ഡസ്റ്റ് പാർട്ടിക്കിൾസ് തീരെ എൻ്റർ ചെയ്യാത്ത രീതിയിലുള്ള പ്രൊട്ടക്റ്റീവ് മാസ്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള മാർഗം എന്ന് പറയുന്നത്. സോ വർക്കേഴ്സ് എപ്പോഴും എന്ത് ഉപയോഗിക്കണം? പ്രൊട്ടക്റ്റീവ് മാസ്ക് ഉപയോഗിച്ചിട്ട് വേണം വർക്ക് ചെയ്യാൻ. അപ്പം ഇത്രയാണ് നമ്മളുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ അവസാനത്തെ ടോപ്പിക്, റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ആയിരുന്നു. ആൻഡ് 3 ഡിസോർഡേഴ്സ് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഇതോട് കൂടിയിട്ട് നമ്മളുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഈ ചാപ്റ്ററിലുള്ള കംപ്ലീറ്റ് വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് ഇവിടെ കാർഡിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും സ്ട്രക്ചേർഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ചാപ്റ്റർ, ഒരു ചാപ്റ്ററിന്റെ സ്പെസിഫിക് പാർട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് കിട്ടുന്നതാണ്. സോ അതെല്ലാം നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും +1 +2 ബയോളജിയിലെ സുവോളജി പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അതെല്ലാം പ്ലേലിസ്റ്റ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾക്ക് അടിപൊളിയായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.